ശുദ്ധനായ കുഞ്ഞിനെ, ആണാകട്ടെ പെണ്ണാവട്ടെ, അതിനെ പരുവപ്പെടുത്തുന്നതിൽ, രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ്. ആ കുഞ്ഞ് കേടുവരുന്നതിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്ന രണ്ടാള് അവൻ്റെ ഉപ്പയും ഉമ്മയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ കൂട്ടുകെട്ടിനെ കുറിച്ച് ഗൗരവമായി അവൻ്റെ മതത്തിലായിരിക്കും അവൻ എന്നും പറയുന്നു. ശരിക്കും നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ വിഷയം പൂർത്തിയാവുകയാണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, ഖുർആനിലെ 32-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, ആത്മാവിനെ നിങ്ങളിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. കേൾവിയും കാഴ്ചയും തന്നു, ചിന്താശേഷി തന്നു എന്നൊക്കെ പറഞ്ഞു അല്ലാഹ്. ഇനി സൂറത്ത് ശംസിലാകട്ടെ 7 മുതൽ 10 വരെയുള്ള വചനം, അവിടെ പറയുന്നത് തന്നെ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഈ വാചകം അവിടെയും ആത്മാവിനെ ആർ വിജയിപ്പിച്ചുവോ, ആത്മാവിനെ ആര് ശുദ്ധീകരിച്ചുവോ, സംസ്കരിച്ചുവോ, അവർ വിജയിച്ചു. ആത്മാവിനെ ആര് മലീമസപ്പെടുത്തിയോ, കേടുവരുത്തിയോ, ആരതിനെ നന്നാക്കാൻ ശ്രമിച്ചില്ലയോ, ആരതിനെ എല്ലാ ലുൽമു കൊണ്ടും അതിനെ നശിപ്പിച്ചുവോ, അവർ പരാജയപ്പെടുകയും ചെയ്തു. ഈ വിജയവും പരാജയവും ഒന്നുകൂടെ കേട്ടു നോക്കിക്കേ. നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കിയേ. ഒരു കുഞ്ഞ് ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജനിക്കുന്നു, യാതൊരു കേടുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ സൃഷ്ടിക്കുന്നു. തെല്ലും അള്ളാഹുവിനോട് അനീതി കാണിക്കുന്നില്ല. പിന്നെ അള്ളാഹു ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? ആരുടെ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ രക്ഷിതാക്കൾക്കുള്ള പ്രാധാന്യം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൺകുളിർമ അത് സ്വന്തം മക്കൾ നന്നായി കാണുന്നതിലുള്ളതാണ്. കൺകുളിർമ എന്ന് പറയുന്നത് അത് എല്ലാ ആളുകൾക്കും കിട്ടും. എന്തുകൊണ്ടാണ് അത് നശിച്ചു പോകുന്നത്? ഈ മേഖലയിൽ ചിന്തയില്ലാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതായത് ഒന്ന്, കുട്ടി ശുദ്ധപ്രകൃതിയാണ്. അവനെ നന്നാക്കുന്നതിലും അവനെ കേടുവരുത്തുന്നതിലും മാതാപിതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട്. അതുപോലെ ഉമ്മ മദ്രസത്തുന്, ഉമ്മ പാഠശാലയാണ്. ഇത്രയും ഭാഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കുക. എന്നിട്ട് നമ്മളുടെ സ്വഭാവം കൊണ്ട്, നമ്മളുടെ ഇടപെടലുകളില്ലാത്തത് കൊണ്ട്, നമ്മൾ വേണ്ടത്ര മക്കളുടെ കാര്യത്തിൽ പരിഗണിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ കേടുവരുന്നുണ്ടോ? ആളുകൾ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യം എന്താ? ഞാൻ ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയായി. അധിക രക്ഷിതാക്കളും പറയുന്നൊരു വാചകമാണ്, ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെയായി, എൻ്റെ മോനെ ഇങ്ങനെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നൊരു വാക്കാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം വിജയിക്കില്ല. അതുകൊണ്ട് മാത്രം അത് നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുവരാൻ കഴിയില്ല. ആരാണ് ശരിക്കും മാതൃക? ഞാനതിന് ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ബലിപെരുന്നാള് വരുന്ന സമയത്ത് നമ്മുടെ കുട്ടീനോട്, ആൺകുട്ടീനോട് പറഞ്ഞു എന്ന് വിചാരിക്കാം, മോനെ ഞാൻ നിന്നെ ബലിയിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു. അത് മകനെ വിളിച്ചിട്ട് പാപ്പ പറയാണെന്ന് വിചാരിക്കുക, മോനെ നിന്നെ ഞാൻ ബലിയിറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ല അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് മകനോട് പറഞ്ഞു. നമ്മൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും നമ്മുടെ മക്കളെ വിളിച്ചിട്ട്, ഒരു ആൺകുട്ടിനെ വിളിച്ചിട്ട്, അത്യാവശ്യം ശരീരത്തിന് തൂക്കമുള്ള ഒരുത്തനെ വിളിച്ചിട്ട് നിന്നെ ഞാൻ ബലിയിറക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അവൻ പറയാൻ എന്തറിയോ? ഓൻ ശരിക്കും പറയാൻ എന്താന്ന് വെച്ചാൽ, കള്ളക്കാക്ക നിങ്ങളെ തട്ടാൻ കൊട്ടേഷനായിട്ട് ഞാനവിടെ വരുന്നുണ്ട്. നമ്മുടെ മകൻ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് എന്നെ ക്ഷമാലുവായി കാണാം, ഉപ്പ നിങ്ങൾ അറുത്തോളൂ എന്ന് വൈകാരികമായി ആത്മാർത്ഥമായി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ പറയൂ. നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ, കേരളം നമുക്കറിയാവുന്ന ആരും ആയിക്കോട്ടെ, അയാളുടെ മകനോട് പറഞ്ഞാൽ എന്നാ ബാപ്പ അത് നടപ്പാക്കിക്കോളൂ എന്ന് നമ്മുടെ മക്കൾ നമ്മളോട് പറയുമോ? പറയില്ല എന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സും പറയുന്നത്. എന്നാ പിന്നെ എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനെ എതിർക്കാതെ അത് സമ്മതിച്ചതും ബാപ്പ അത് നടപ്പാക്കിക്കോളൂ
ഉടനെ കഴുത്തൻ്റേത് അറുക്കൂ ബാപ്പ എന്നാണ്. ആ പാട്ട് എത്ര ആള് കേട്ടതാണ് അല്ലേ? നമ്മളെല്ലാവരും അത് കേട്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ ചിന്തിച്ചൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചിന്ത മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ആ മകൻ സമ്പൂർണമായ സംതൃപ്തിയോടെ ബാപ്പാനോട് അത് നടപ്പാക്കാൻ പറയുന്നതും മിനാക്കുന്നിലേക്ക് ആ ബാപ്പാന്റെ കൂടെ കയ്യും പിടിച്ചു വളരെ സന്തോഷത്തോടെ വളരെ വേഗതയിൽ പോകുന്നത് ടൂർ കാണാനല്ല, ടൂർ പോകാനല്ല, ഷോപ്പിംഗ് മാളിൽ പോകാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ബോളറുടെ കളി കാണിക്കാൻ ബാപ്പ കയ്യും പിടിച്ചു കൊണ്ടുപോവുകയല്ല, കഴുത്ത് കത്തി വെക്കാനാ കൊണ്ടുപോകുന്നത്. ഈ കഴുത്ത് കത്തി വെക്കാൻ ബാപ്പ കൊണ്ടുപോവുകയാണ് എന്ന് അറിഞ്ഞിട്ടും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നത് നുണയല്ലല്ലോ, ഉറപ്പായിട്ടൊരു വലിയ സത്യമല്ലേ? എന്തുകൊണ്ടായിരിക്കാം ആ മകൻ ആ ബാപ്പാനോട് അങ്ങനെ പറയുന്നത് എന്നതിനെ ഖുർആനികമായി ഞാൻ നിരീക്ഷിച്ചൊരു നിരീക്ഷണം പറയാം. ഒന്ന്, ജനിച്ചു വീണ അന്ന് മുതൽ വളരെ പ്രായമുള്ളൊരവസ്ഥയിലാണ് ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടിനെ കിട്ടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുട്ടിനെ കിട്ടുന്നത്. ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്ത് പോകണം, സമയമില്ലാത്തതുകൊണ്ട്. എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച നബിമാരേ ഇല്ല ഖുർആനിൽ. എനിക്ക് കുട്ടികളെ തരണേ എന്ന് ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല. ഉണ്ടോ? എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച നബിമാരെ ഓർമ്മയുള്ളവരൊന്ന് പറ. എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച 1-2 നബിമാരുടെ പേര് പറഞ്ഞോളി. ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒറ്റ നബിയും ഉണ്ടെന്ന് കേട്ടവരാണ് നമ്മളൊക്കെ. പക്ഷെ കുട്ടികളെ തരണേ നല്ല പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്നാണ്. ആ പദം ഉപയോഗിക്കാത്ത ഒറ്റ നബിയില്ല. നമ്മൾ 5-6 കൊല്ലം കല്യാണം കഴിഞ്ഞ് കുട്ടികളിൽ ഒരു കുട്ടിനെ ഏതെങ്കിലും ഒരു വക്ക് പൊട്ടിയതാണെങ്കിൽ ഒരു കുട്ടീനെ കിട്ടിയത് എന്നാണ് നമ്മൾ പറയുന്നത്. സത്യല്ലേ? നമ്മൾ ശരിക്കും ആലോചിക്കുക. കല്യാണം കഴിക്കുന്നതിൻ്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ശരിക്കും ഇസ്ലാമിന്റെ നിയമം. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ ചോദിക്കണം എന്താണ്? ഒരിക്കലും കുട്ടി ഉണ്ടാകൂല എന്ന് ബോധ്യപ്പെട്ടേ, ഭൗതികമായി ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ട ആളാ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അദ്ദേഹം അള്ളാഹിനോട് പറയുന്നത്, ഞാൻ നിന്നോട് ദുആ ഇറക്കുന്നതിൽ നിരാശനയല്ല. നമ്മളൊന്ന് ചിന്തിച്ചു, ബോധപൂർവമാണ് അവർ ജീവിച്ച്. നമ്മളാരും ബോധപൂർവം ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു അവയിലിങ്ങനെ തുടർന്നു, നമ്മൾക്ക് എവിടുന്നോ എന്തൊക്കെ കിട്ടി, അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോകുന്നു. അതിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ ഭാഗമായി തുടരുന്നു. അതിലുപരി ഓരോ മൈക്രോ സെക്കൻഡിലും ഒരു ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർ എന്ന നിലയിൽ ഓരോ ചലനത്തിലുമുള്ള ഇസ്ലാമിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിന്റെ കൂടെ പോയത്? ഒന്ന്, ആ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ്. 90 കഴിഞ്ഞു എന്നും 80 ചില്ലാനം വയസ്സ് കഴിഞ്ഞു എന്നും 2 റിപ്പോർട്ടുകൾ കാണാം. 37-ാം അധ്യായം 100-ാമത്തെ ആയത്താണ് അദ്ദേഹം അള്ളാഹിനോട് കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടി. ആ കുട്ടീനെ അറക്കണം എന്നുമാണ് പറയുന്നത്. അവിടെ സമ്പൂർണമായ മകനെ അനുസരിക്കാനുള്ള ഒരു കാരണം ഞാൻ പറയാം. ഇവിടെ ഒരുപാട് മക്കളും ഉണ്ടാവും, കുട്ടികളൊക്കെ അവിടെ പുറത്ത് കളിക്കുന്നുണ്ട്. ഇവിടെ രക്ഷിതാക്കൾ മാത്രമാണ് നമുക്കും ഉണ്ടായിരുന്നല്ലോ ഉപ്പ. ഇപ്പം എൻ്റെ ഉപ്പ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ഉപ്പാന്റെ കുട്ടിക്കാലം കണ്ടു വളർന്ന ഒരാളാണ്. ഞാൻ എന്നും അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേയില്ല. പ്രവാചകന്മാർക്ക് ശേഷം, സ്വഹാബത്തിന് ശേഷം എൻ്റെ ഉപ്പ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. ബാപ്പയോളം ഉയരാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. 7 മക്കളെ ഞങ്ങൾ 7 മക്കൾക്കും ബാപ്പാനെ ഏതെങ്കിലും ഒരു നിലയിൽ പൂർത്തീകരിച്ച് ബാപ്പാനെ മറികടക്കാൻ ഞങ്ങൾക്ക് ഇന്നോളം സാധിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഞാൻ ഒരു വേള അസൂയയോടുകൂടി കണ്ടൊരു പൗരനും കൂടിയാണ് എൻ്റെ ഉപ്പ. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സിറാജും പ്രസംഗി സദസ്സിൽ ഉപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാൻ്റെ ഒരു വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠനും കൂടിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, മുഹമ്മദ് മുസ്തഫ, ഖത്തറിലാണ്, വർഷങ്ങളായി. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം ഇത്ര സന്തോഷമുള്ള ഒരു മുഖപ്പാക്ക് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ 2 മക്കളെയും ഒന്നിച്ച് കാണുകയും ഒരു വേദി കാണുകയും ചെയ്തതിൽ ഒരു ഖുറത്ത അഗയുനിൻ എന്ന കൺകുളിർമയായിരിക്കാം. ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഉപ്പ അത് പറഞ്ഞേക്കാം എന്ന്. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ ആരെ കാണുന്നു? ഇബ്രാഹിം നബിയെ കാണുന്നു. ഇതാണ് എൻ്റെ പോയിന്റ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയെ കാണുന്നു. ഇബ്രാഹിം നബിയുടെ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിന്റെ ഓരോ മൈക്രോ സെക്കൻഡിലും അനുധാവനം ചെയ്യുന്ന സദ്ഗുണമല്ലാതെ ഒന്നും ഈ മകന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പോയിന്റ് ശരിക്കും ചിന്തിച്ചുകൊള്ളണം.
ജീവിതത്തിൽ ഒരിക്കലും എന്താ എൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു നബിയായിട്ട്, നമ്മൾ എൻ്റെ ഒപ്പം ഒരു പ്രഭാഷകനായിട്ട് എന്താ എൻ്റെ ഒപ്പം ഇങ്ങനെ എന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും പലരെ കുറിച്ചും. ഇത്രയും വലിയൊരു നേതൃത്വത്തിൽ ഇരിക്കുന്ന എൻ്റെ ഉപ്പ എന്ന സെന്ററിലെ പ്രസിഡന്റായിട്ട്, സെക്രട്ടറി ആയിട്ട്, എന്നാലും ഉപ്പാക്ക് എന്താ ഇങ്ങനെ എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഉപ്പാനെ കുറിച്ച്, ഉമ്മാനെ കുറിച്ച്. പക്ഷെ ഇബ്രാഹിം നബിയെ കുറിച്ച് ഇസ്മായിൽ നബിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും തോന്നിയില്ല എന്നതാണ് എൻ്റെ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ നബി എന്താ ഉൾക്കൊള്ളുന്നതെന്നറിയോ? എൻ്റെ അപ്പൻ്റെ കഴുത്ത് കത്തിവെച്ചപ്പാക്കല്ല ആത്യന്തികമായ ഹൈർ അത് എനിക്കാണ്. അങ്ങനെ എനിക്ക് ഹൈറില്ലാത്തൊരു പണിക്ക് എൻ്റെ അപ്പനെ കൊണ്ടുപോയി ചരിച്ചു കിടത്തൂല. ഈ ബോധ്യം ആ മകനുണ്ടായത് ഇബ്രാഹിം നബിയുടെ മാതൃകായോഗ്യമായ ജീവിതത്തിൽ. ഇത് മാത്രമാണല്ലേ എൻ്റെ പോയിന്റ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത ഖുർആൻ പരിശോധിച്ചാൽ ഇത് മുഴുവനും നമുക്ക് ഇന്ന് മാത്രം ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയത്തിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ഇത് ഞാൻ ഇവിടെ ദായിമാർക്ക് തന്നു പോകും. കാരണം ഇതിലൊരു ആയത്തിൻ്റെ വലിയ ക്രോഡീകരണമാണ് ഈ വിഷയമായിട്ട്. ഇതിനെ അവലംബിച്ച് ശരിക്കും എത്രയോ പ്രസംഗങ്ങൾ ചെയ്യാം. ഒരുപാട് കാലത്തെ ശ്രമത്തിൻ്റെ ഒരു നോട്ടാണ്. ഇവിടെ ഇങ്ങനെ ഈ വിഷയം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ എടുത്തൊരു നോട്ടാണ്. ആർക്കും ചോദിക്കട്ടോ, രക്ഷിതാക്കൾക്കും നമുക്ക് ഇതിനെ അനുധാവനം ചെയ്യാം. ഒന്ന് കോപ്പി എടുക്കാം, വാട്സപ്പിലേക്ക് ഇട്ട് എന്നാൽ ഗ്രൂപ്പിലിട്ട് അങ്ങ് എടുക്കാം. ഉപകാരപ്പെടാതിരിക്കില്ല ഒരിക്കലും. അത്ര വലിയൊരു ക്രോഡീകരണമാണ്. ചരിത്ര സംഭവങ്ങളും ഉണ്ട്, ഇതൊക്കെ ഒരു കുറിപ്പും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബാപ്പാനെ ഇത്രമേൽ മാതൃകയായത് കൊണ്ടായിരിക്കാം സ്വന്തം ബാപ്പ കഴുത്ത് കത്തി വെക്കൂന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച് ഇനി ഒരു മിനിറ്റ് എല്ലാവരും എൻ്റെ അടുത്തേക്ക് നോക്കി. അങ്ങനെ ഒരു ഉപ്പയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്? എവിടെയൊക്കെയോ ഒരു കുഴപ്പമുണ്ട് എങ്കിൽ എന്തുകൊണ്ട്? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഖത്തർ, എൻ്റെ ഉപ്പ ഖത്തറിലെ, ഉപ്പാൻ്റെ പ്രായം കഴിഞ്ഞു. 60 വയസ്സാകുമ്പോൾ അവിടെ നിന്ന് പിരിച്ചുവിടും. 60 വയസ്സാകുമ്പോൾ പിരിച്ചുവിടും എങ്കിലും ബാപ്പാക്ക് എത്ര കൊല്ലാണോ നിൽക്കേണ്ടത് അത്ര കൊല്ലവും അവിടുത്തെ ഔക്കാഫ് ബാപ്പാക്ക് ആ ജോലി അനുവദിച്ചു കൊടുത്തു. അപ്പം ഞാൻ അവിടുത്തെ ഔക്കാഫിൻ്റെ മുദീർ, ഞാനും എൻ്റെ അനുജനും ഞങ്ങളെല്ലാവരും ഉപ്പാനെ കാണാൻ വേണ്ടി ഇരിക്കെ പോയപ്പോൾ ചോദിച്ചു. അപ്പം ആ മുദീർ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഹാ നിസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ ദിവസം ക്യാൻസൽ ചെയ്യാത്ത ഒരാളെയാണ് കണ്ടത്, അത് നിങ്ങൾ ഉപ്പാനെയാണ്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുന്നത്ത് ആ ദുനിയാവിൽ ഇനി എന്ത് ഭൂമി കുലുക്കുണ്ടായാലും അത് ആ സമയത്ത് നടന്നു പോകുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് മാതൃക കാണിക്കാൻ ഒരു ഉപ്പ ഉണ്ടെങ്കിൽ, ശരിക്കും ആൺകുട്ടികളുടെ ഒക്കെ റോൾ മോഡൽ ഉപ്പയാണ്. ഉപ്പാന അനുകരിച്ചാണ് മക്കൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന എൻ്റെ ഉപ്പയിലൂടെ. എൻ്റെ ഉപ്പ ഇവിടെ ഇല്ലല്ലോ, എൻ്റെ ഉപ്പ ഇവിടെ ഇല്ല. പക്ഷെ ഞാനൊരു മകനാണ് ഈ പറയുന്നത്. എൻ്റെ ഉപ്പാനെ കുറിച്ച് മകനാണ് പറയുന്നത്. ആ പോയിന്റാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ നബിമാരുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? അവരെല്ലാ കാര്യത്തിലും മാതൃകയാവുകയും ആ മാതൃക അനുധാവനം ചെയ്യാൻ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. മാതൃകയായി മൗനം ദീക്ഷിക്കുക മാത്രമല്ല, ആ മാതൃകയാവാൻ വേണ്ടി അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിവിടെ കച്ചവടക്കാരായിട്ടുള്ള, ബിസിനസ്സുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഭദ്രത പുലർത്തിയ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം UAE ആയിരിക്കും. കച്ചവടക്കാരെന്ന നിലയിൽ പലരും പല നാടുകളിലും പോയ ഒരാളെന്ന നിലയിൽ. നിങ്ങൾ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ സൂറത്ത് ബഖറയിലെ 132, 133 വചനം, ആ വചനങ്ങൾ ഓർത്തു വെച്ചാൽ മതി. സൂറത്ത് ബഖറയിലെ 132, 133 വചനം. അതിൽ ആദ്യമായി പറയുന്നത് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമൊക്കെ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ അവരുടെ മക്കളോട് ദീൻ ഉപദേശിച്ചു. അവരോട് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ ആനുകാലിക ഒരു ലോകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പർപ്പൂരിൻ്റെ ഒരു വാചകം പറഞ്ഞു. ഞാനും അത് വളരെ ഉൾക്കിടിലത്തോടു കൂടിയാണ് അന്ന് പർപ്പൂരിൻ്റെ ആ വാചകം കിട്ടുന്നത്. അതായത് ലോകത്തെവിടെ ഇറങ്ങി നടന്നാലും അനുധാവനം ചെയ്യാൻ മാതൃകകളില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ആരാണ് മാതൃക കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു പർപ്പൂരിൻ്റെ പോയിന്റ്. പിന്നെ ആ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പല ആളുകളുടെ മനസ്സും കുട്ടികളെ ക്രമീകരിക്കുന്നതിലായതുകൊണ്ട് ആ പ്രസംഗത്തിൽ എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത്, സംഘാടകരോട് ആരെയും കുറ്റപ്പെടുത്തില്ല, സംഘാടകരാണ് പിന്നീട് ആ പ്രസംഗം കേൾക്കുന്നത്. കാരണം സംഘാടകരുടെ മനസ്സ് സംഘാടനത്തിൻ്റെ വൈഭവത്തിലായിരുന്നു. അവർ ഈ കണ്ടന്റ് ശ്രദ്ധിക്കില്ല. ഈ കണ്ടന്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം വന്നവർ കണ്ടന്റ് ശ്രദ്ധിക്കും, ഒരു സംഘാടകരല്ലല്ലോ. അതുകൊണ്ട് സംഘാടകർക്ക് കുറ്റമല്ല. ഞാൻ പറയുന്ന ആ പ്രസംഗങ്ങളൊക്കെ വീണ്ടും കേൾക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ
കിട്ടാനുണ്ട് എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ഒരു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഒരുപാട് കച്ചവടക്കാർ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മൾ മരിക്കാൻ നേരം നമ്മുടെ മക്കളോട് നമ്മൾ എന്താ പറയുക? അത് വളരെ പ്രധാനമായൊരു ചിന്ത. നമ്മൾ എന്തായിരിക്കും പറയുക? ബാപ്പാൻ്റെ ബിസിനസ് ഉണ്ട്, എന്തുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇത്ര സ്വത്തുണ്ട്, അത്രയുണ്ട്, ഷൈനയോട് നീ ഇങ്ങനെ പെരുമാറണം, സൗദിയോട് ഇങ്ങനെ ചെയ്യണം, അവൾ കുറച്ച് ദുർബലയായ കുട്ടിയാണ്, അവളെ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ബാപ്പ പറയും. അതൊന്നും പറയരുതെന്നൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സൂറത്ത് ബഖറയിലെ 133-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അംകുംതും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണാസന്നായപ്പോൾ മക്കളെ മുഴുവനും തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഇതാ വാപ്പ മരിക്കാൻ പോവാണ്, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നുള്ള കാര്യം. ഒരു ബാപ്പ ആരാകണമെന്നും ഒരു ബാപ്പ ഏറ്റവും ഗൗരവമായി മരണവേളയിൽ കാണേണ്ടത് എന്ത് എന്നും ഞാൻ ഇവിടെ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് നോക്കൂ, നിങ്ങൾ ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു പരിഭവമാണ്. ഇപ്പം നാട്ടിലൊക്കെ ഉള്ളൊരു പരിഭവമാണ്, അത് ഇവിടെയുണ്ട്. നമ്മളൊക്കെ തന്നെ ദീനൊക്കെ ഉള്ള താടിയൊക്കെ ഉള്ള നെര്യാൻ്റെ മുകളിൽ തുണിയെടുക്കുന്ന ആളുകളും മക്കൾക്ക് സ്കൂളിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മദ്രസിന് കൊടുത്തിട്ടില്ല. ഇല്ല ഉസ്താദേ, ഞാൻ സ്കൂളിനേക്കാൾ പ്രാധാന്യം മദ്രസിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇവിടെ നിന്ന് കൈബന്ധിക്കാൻ കഴിയും? ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയും, എത്ര പേർക്ക് അങ്ങനെ ഏറ്റവും ചുരുങ്ങി ഞാനൊന്ന് ചോദിച്ചോട്ടെ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബ. ഒരു 50-50 എങ്കിലും ആ ദുആക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ 50% ഭൗതികവും 50% ദീനുന്നെങ്കിലും ശരിക്കുള്ള എങ്ങനെ 90% ദുനിയാവിൻ്റെ വിജ്ഞാനവും 10%. ഇപ്പം ഞാനൊരു വീട്ടിൽ പോയിട്ട്, കേരളത്തിലെ അറിയപ്പെട്ടൊരു സെൽഫി കുടുംബത്തിൽ പോയിട്ട്, അപ്പോൾ അവിടെ ഒക്കെ 5 മക്കളാണ്. 2 ആൾ ഡോക്ടറുണ്ട്, ഒരാൾ എഞ്ചിനീയർ ഉണ്ട്, ഒരാൾ വലിയ ബിസിനസ്സുകാരനുണ്ട്, ഒരാൾ അറബി കോളേജ് പഠിച്ച ആളാണ്. ഈ ബാപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ എഞ്ചിനീയറും ഡോക്ടറും കാത്തിക്കുന്നത് ആരെയാണെന്നറിയോ? ബാപ്പാക്ക് 1 ലക്ഷം പോലും മുതൽ മുടക്കി പഠിപ്പിച്ചിട്ടില്ലാത്ത മോനെ കാത്തിക്കുകയാണ്. മോനെ മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞു. 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം മുടക്കി 2 ആളുകളെ ഡോക്ടറാക്കിയിട്ട് ഇത്രയും ലക്ഷം ബാപ്പ മുടക്കിയ മക്കൾക്ക് ബാപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ 4 തക്ബീറും അതിൻ്റെ ഇടയിലുള്ള ദുആവും അറിഞ്ഞ ആർക്കാണ്? അറബി കോളേജ് സ്വതന്ത്രമായിട്ട് വളർത്തിയ ആരാൻ കൊടുത്ത പണം കൊണ്ട് കുട്ടികൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടി പഠിച്ച് സലായോ അല്ലെങ്കിൽ സെൽഫിയോ ഒക്കെ ആയി വന്ന, അല്ലെ ഹിക്കമിയോ ഒക്കെ ആയി വന്ന ഒരു കുട്ടിനെ കാത്തിക്കുകയാണ് ആര്? 5 മക്കളുള്ളൊരു ബാപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ആളാക്കി മക്കളൊക്കെ ഇങ്ങനെ വളർത്തി ബാപ്പാൻ്റെ മയ്യത്ത് മാത്രമല്ല, നിങ്ങളെല്ലാവർക്കും അറിയാം, ഇതാ മാത്തൽ ഇൻസാനു ഇൻക തഅമലുഹു. ആ ഹദീസിലുള്ള എന്താ? 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും. അതിലൊന്നെന്താണ്? വലതുൻ സാലിഹും, ഇത് സാലിഹായ സന്താനം. എന്താ? എല്ലാ മക്കളുടെ പ്രാർത്ഥന എന്ന് പറയാതിരുന്നു, മക്കളിൽ എല്ലാ മക്കൾ. അപ്പോൾ ഒരു മകൻ സ്വാലിഹാകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടോ, എഞ്ചിനീയർ ആകാൻ വേണ്ടി കഷ്ടപ്പെട്ടു, അവൻ അവിടെ കൊണ്ടാക്കി. ഇപ്പം ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞാണ്, മറ്റേ ഇവിടെ നെതർലാൻഡിൽ ഒരു കുട്ടിനെ പഠിപ്പിക്കാൻ പോയപ്പോൾ നല്ലൊരു രക്ഷിതാവ്. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ അൽമനാറിൻ്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിൽ ഇരുന്ന ഒരു ബാപ്പാൻ്റെ മകനാണ് എന്നോട് പറയുന്നത്, ഞങ്ങൾ മാതാപിതാക്കളും അവിടെ പോയി കുറച്ചു കാലം അവൻ്റെ കൂടെ നിന്ന് അവിടെ എന്തായിരിക്കും ദീനി സിറ്റുവേഷൻ എന്ന് നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ജോലിയിലേക്ക് UAE തിരിച്ചു വന്നതെന്ന്. ആ കാലയളവ് വരുന്ന സകല നഷ്ടവും ഞങ്ങൾ മാറ്റിവെച്ചു. അതും ബാപ്പ തന്നെയാണ്. മക്കളെ നന്നായി ഭൗതികമായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തെറ്റുണ്ടോ? അത് തെറ്റില്ല. എത്ര ഔന്നിത്യത്തിൽ എത്തിക്കാൻ പറ്റുമോ അത്ര ഔന്നിത്യത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബാധ്യത. പക്ഷേ അതോടൊപ്പം ഞാൻ ഈ ദുനിയാവിലും നല്ലത് തരണേ, ആഖിറത്തിലും നല്ലത് തരണേ എന്ന് പറയുമ്പോൾ, ഈ ആഖിറത്തിലും നല്ലത് കിട്ടാൻ വേണ്ടി 10% മതിയോ? ദുനിയാവിൻ്റെ 90 അത് മാത്രം ചിന്തിച്ചാൽ മതി. ആ പോയിന്റ് ചിന്തിച്ചാൽ നമ്മുടെ വിഷയം പൂർത്തിയായി. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ ചോദിക്കുകയാണ്, മക്കൾക്ക് എത്ര കണ്ട്? ഇപ്പം നിങ്ങൾക്കറിയാലോ, ഹാഫിളായ ഒരു മകനുണ്ടെങ്കിൽ സ്വർഗത്ത് കിരീടം അണിയിക്കപ്പെടുന്ന ബാപ്പാക്ക് എത്ര പേർക്ക് ആ കിരീടം കിട്ടും? എത്ര പേർക്ക് ആ കിരീടം കിട്ടും? പടവുകൾ കയറിക്കൊള്ളാൻ പറയും. സ്വർഗത്തിൽ ഖുർആൻ ആയത്ത് എത്ര അറിയോ, എത്ര മനപ്പാടുണ്ടോ അത്രയും പടവുകൾ കയറിക്കൊള്ളാൻ പറയും നമ്മളോട്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇരുന്നിട്ട് എനിക്കിങ്ങനെയൊക്കെ എൻ്റെ മോനെ പൊട്ടണം, ആകണം, വളരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളുടെ കൂടെ നേരത്തെ പറഞ്ഞല്ലോ, സത്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടി നടന്ന ഒരു മെഡിസിന് പഠിക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, എന്താണ്? അപ്പം എൻ്റെ വല്യമ്മയാണ് എന്നെ പൂച്ചത്. കേട്ടിരുന്നില്ല, എൻ്റെ വല്യമ്മയാണ് എന്നെ പൂച്ചത്. എൻ്റെ അച്ഛനും അമ്മയും ജോലിയിലായിരുന്നു, അവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു, പക്ഷേ അവരുടെ സാന്നിധ്യം എനിക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവർ എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ എന്തല്ല, ഒരു വലിയ ഘടകം. ആര്? 10 മാസം നൊന്തു പ്രവസിച്ച മാതാവും
വളർത്താൻ വേണ്ടി ഏറെ ദുനിയാവ് കഷ്ടപ്പെട്ട അച്ഛനും എനിക്ക് അത്ര പ്രധാനമല്ല, എൻ്റെ വല്യമ്മയാണ് എനിക്ക് പ്രധാനം. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, ഒരു മാതാപിതാക്കളും മക്കളെങ്ങനെ ഏൽപ്പിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്, അതുകൊണ്ടാണ് മക്കൾ കേടുവരുന്നത് എന്നും ആ കുട്ടി നിരീക്ഷിച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, പി ഉഷ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക, 100 പലരാൽ ഉപേക്ഷിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഭിന്നശേഷിയൊക്കെ ഉള്ള കുട്ടികളെ വളർത്തുന്ന ഒരു സ്ത്രീയും. അവർ വലിയ സന്നദ്ധ സംഘടന കോഴിക്കോടിനെങ്ങാണ്ട് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവർ മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അവർ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ സ്കൂളിൽ കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് ചില പെൺകുട്ടികൾ സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുക ഒരു 7 മണി വരെ. അവരാരും വീട്ടിലോട്ട് പോകുന്നില്ല. 7 മണി ആകുന്നത് വരെ അവർ സ്കൂളിൻ്റെ പരിസരത്ത് അവിടുത്തെ ചെറിയ കടയിലൊക്കെ കയറിയിരുന്ന് അങ്ങനെ സമയം പിന്നെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക്. അപ്പം ആ കുട്ടികളായിട്ട് സംസാരിക്കണമെന്നാണ് സ്കൂൾ അധികൃതർ ഈ വിഷയനോട് പറയുന്നത്. അപ്പോൾ അവരെ അടുത്ത് കൊണ്ടുവന്ന് ഈ കുട്ടികൾ സംസാരിക്കും. അപ്പോൾ അവർ നേരെ ഓപ്പണായിട്ട്, മക്കൾ ഇങ്ങനെ വളരെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തുന്നതെന്ന് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പ്രിൻസിപ്പളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ്? അപ്പോൾ ആ കുട്ടികൾ പറയുന്നത് ഇതാണ്, ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് ജോലിയുണ്ട്, അമ്മ ഒരു 7 മണിയാവും വരാൻ, അച്ഛന് കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായും ഞങ്ങൾ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 15 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. പക്ഷെ ഞങ്ങൾ അവിടെ ഒറ്റക്കാണ് വീട്ടിൽ. അപ്പോൾ ചെറിയ ചെറുപ്പക്കാരൊക്കെ കുറേ മുമ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. പിന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞ് അവർ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് പോകും. പിന്നീട് അവർ വീട്ടിലേക്ക് കയറി വന്നു, കൊലായിലിരിക്കാൻ തുടങ്ങി. പിന്നെ അവർ ചോക്ലേറ്റ് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ അവർ വീടിൻ്റെ ഉള്ളിൽ കയറാൻ തുടങ്ങി. പേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ പോകുന്നില്ല. സ്വന്തം വീട് സുരക്ഷിതമല്ലാതിരിക്കുന്ന മക്കളുടെ ഒരവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ദുനിയാവിൽ ഒരു ജീവിതമേ ഉള്ളൂ. പിന്നെ ഈ ദുനിയാവിൽ ജീവിച്ചതിൻ്റെ റിസൾട്ട് വാങ്ങാനാണ് നമ്മൾ പരലോകത്ത് പോകുന്നത്. ആലോചിക്കുക, മക്കൾ എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട്. അമ്മയുടെ പിന്നെ താരാട്ടും അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടും ഉപ്പാൻ്റെ നെഞ്ചിൻ്റെ ചൂടും ഉപ്പാൻ്റെ കൈപിടിച്ചും ഒക്കെ പോകാൻ കൊതിക്കുന്ന മക്കളാണ്. അപ്പം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മക്കൾ കിടന്നിട്ട് ഉപ്പ വരും, മക്കൾ ഉണരുന്നതിന് മുമ്പ് പോവും. ഉപ്പാൻ്റെ മുഖം തന്നെ കുട്ടികൾ മറന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നാട്ടിലൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പം നിങ്ങളോടൊപ്പം എല്ലാവരും ഇല്ല, എല്ലാവർക്കും കുടുംബത്തോടൊപ്പം ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആളുകളും കുടുംബത്തോടെ ജീവിക്കുന്നവരായിക്കൊള്ളണമെന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളുള്ള സമയത്തിൽ അള്ളാഹു എല്ലാവർക്കും കൊടുത്തത് 24 മണിക്കൂറാണ്. ലോകത്ത് നമ്മൾ എത്ര നല്ല മക്കളെ മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അവരെയൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ, അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത 24 മണിക്കൂറാണ്. അവർക്കുണ്ടായിരുന്നു ദുനിയാവ്, അവർക്ക് ഭക്ഷണ ആവശ്യം ഉണ്ടായിരുന്നു, അവർക്ക് വസ്ത്ര ആവശ്യം ഉണ്ടായിരുന്നു, അവരും വിദ്യാഭ്യാസം ചെയ്തിരുന്നു. എന്നിട്ടും അവരെങ്ങനെ മക്കളെ പഠിപ്പിച്ചു? അപ്പൊ എവിടെയോ ഒരു തകരാറ് നമുക്കുണ്ട്. ശരിക്കും അവർക്ക് കിട്ടിയ സമയം നമുക്ക് കിട്ടുന്നില്ലേ? അവർ പഠിച്ച പോലെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ? ഉണ്ട്. അവരെ പോലെ അനിവാര്യമായി ഭക്ഷണവും ജോലിയും വീടും വസ്ത്രവും രോഗത്തിനുള്ള ചികിത്സയും ഒക്കെ ആവശ്യമുള്ളവരില്ലേ നമ്മളും? ഈ ആവശ്യങ്ങളില്ലാത്തൊരു ജനത ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? സൗകര്യങ്ങളുടെ ഏറ്റക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിർത്തിയാൽ ഈ മൗലിക ആവശ്യങ്ങളില്ലാത്ത തലമുറ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത്? എന്നിട്ട് എന്തേ അവരൊക്കെ വലിയ വലിയ സമൂഹത്തെ സൃഷ്ടിച്ചു, വലിയ മഹാപണ്ഡിതന്മാരെ സൃഷ്ടിച്ചു, ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കുന്നവരെ സൃഷ്ടിച്ചു, വലിയ ശാസ്ത്രകാരന്മാരെ സൃഷ്ടിച്ചു, അള്ളാഹുവിനെ പേടിക്കുന്ന ശാസ്ത്രകാരന്മാരെ സൃഷ്ടിച്ചു, അള്ളാഹുവിനെ പേടിക്കുന്ന എഴുത്തുകാരെ ഉണ്ടാക്കി. അത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പലപ്പോഴും നമ്മുടെ എനർജി മറ്റ് പലതിലായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പം ഈ ദിവസമൊക്കെ നമ്മളൊക്കെ എവിടെയുള്ളത്? മൊബൈലിൽ പാലക്കാടിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ആ ചൂട് നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോവുകയാണ്. ശരിക്കും ഈ വിലപ്പെട്ട അത്ബാ ഇബ്നു റബാഹ എന്ന് പറയുന്ന മഹാനായ വ്യക്തി, ഹറമിൻ്റെ ഇമാമും കൂടിയായിരുന്നു അദ്ദേഹം. വളരെ പഴക്കമുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതേ 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച മനുഷ്യനായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ 8 മണിക്കൂർ, ഇനിയുള്ള 2 മണിക്കൂറുകളാണ്, 24 അടുത്ത 8 മണിക്കൂർ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അടുത്ത 8 മണിക്കൂർ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട്. നമുക്ക് പലപ്പോഴും എന്തില്ലാന്നറിയാം, 1 മണിക്കൂർ പോലും മക്കളെ കൂടെ ഇരിക്കാനുള്ള സൗഭാഗ്യമില്ല നമുക്ക്. നമ്മൾ ചിന്തിക്കുക, നമുക്കതല്ലേ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളുടെ കൂടെ ജീവിക്കുന്നത്. മിമ്പറിൽ നിന്ന് പോലും നബി പേരക്കുട്ടികളെ ഇറങ്ങിയിട്ട് എടുക്കുന്ന അവസ്ഥ, നബിയുടെ കൽബിന്റെ കാരുണ്യം. നമുക്ക് സ്നേഹമുണ്ട്, ഒരുപാട് സ്നേഹമുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷെ ആ സ്നേഹം നമുക്ക് കൊടുക്കാനോ ആ സ്നേഹം നമുക്ക് തിരിച്ചു വാങ്ങാനോ അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വലിയ വലിയ സംഭവങ്ങളൊന്നും ആവണ്ട നമ്മൾ. എനിക്ക് കുറേ കുട്ടികളുണ്ട്, 11 മക്കളുണ്ട്. ഞാൻ ആയിഷ മോൾക്ക്, 3ാമത്തെ മോൾക്ക് 6 വയസ്സുള്ള സമയത്ത് ഇടക്കിടക്ക് ഞങ്ങൾ ഒന്നിച്ചിരിക്കും. ഇടക്കിടക്ക് എന്ന് പറഞ്ഞാൽ അധിക ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം സ്ഥിരമായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ചോദിക്കും, നല്ല വാപ്പിയാണോ?
കുറേ പ്രസംഗങ്ങൾ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. നല്ല വാപ്പിയാണോ എന്ന് ഞാൻ മക്കളോട്. അപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങളെ വാപ്പി നല്ല വാപ്പിയാണ്. എൻ്റെ ആയിഷമോള് മാത്രം ഒരു സത്യമാണ്, നല്ല വാപ്പിയാണ്. പക്ഷേ ആയിഷമോള് നല്ല വാപ്പിയാണ്, പക്ഷേ അപ്പം എനിക്കത് എന്തായിരിക്കും എൻ്റെ മോളെ എന്നെപ്പറ്റി പറയാൻ പോകും. നേരത്തെ പറഞ്ഞ പോലെ അവൾ പറയുന്നത് നല്ല വാപ്പിയാണ്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അവളെ പരാതിയാണ്. ബാപ്പ നാട് മുഴുവൻ നന്നാക്കാൻ നടക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ പ്രോഗ്രാം ഞാൻ ശരിക്കും ഷെഡ്യൂൾ ചെയ്തു. മക്കളെ കൂടെ കഴിയേണ്ട ടൈം, മക്കളെ സന്ദർശിക്കേണ്ട ടൈം, മക്കളോടൊപ്പം ഇരിക്കേണ്ട കളിക്കേണ്ട സമയം ഒക്കെ ഉണ്ടാക്കി. പിന്നീട് ഒരിക്കലും എൻ്റെ മോളാ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഭാര്യനോട് ചോദിക്കും നല്ല ഭർത്താവാണോ എന്ന്. നല്ലതാ. നമ്മളെന്താ ചോദിക്കാത്ത എന്താ അറിയോ? ഒരു 100 കുറ്റം പറഞ്ഞാൽ ആകെ തകർന്നു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കും. തുടക്കം മുതലേ ചോദിച്ചിരുന്നെങ്കിലോ, നമ്മളെക്കുറിച്ചൊരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കാതെ ഓരോ ആഴ്ചയിലും ചോദിക്കാൻ തീരുമാനിച്ചാലോ ഒരു കുറ്റം ഉണ്ടാവും. കാരണം അന്ന് പറയുന്ന കുറ്റം അങ്ങ് തിരുത്തുമല്ലോ, പിന്നെ പറയാൻ അടുത്ത ആഴ്ച വേറൊന്നുണ്ടാവും. ഇനി ഇന്ന് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഞാൻ തമാശയിൽ പറയും. 37 കൊല്ലം ഖത്തറിലായിരുന്നു എൻ്റെ ഉപ്പ. ഞങ്ങൾ കണ്ടത് 3 കൊല്ലം കൂടുമായിരുന്നു ഉപ്പ വരിക. ഞാൻ ജാമ്യയിൽ ബോർഡിങ്ങിൽ പഠിച്ചു. ഉമർമൊലയുടെ തവന്നൂർ ഉമർമൊലയ്ക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. പിന്നീട് വെളിയങ്കോടിലേക്ക് മാറി. ചവക്കാട് വെളിയങ്കോട്, പൊന്നാനി വെളിയങ്കോട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉപ്പ വരാത്തത് കൊണ്ട് എന്നെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ സാധാരണക്കാരിയായ ഒരു ഉമ്മയായിരുന്നു എനിക്ക്. അപ്പം എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഇടവണ്ണ ഓർഫനേജിൽ വാപ്പ ചേർത്തി, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തി. അപ്പോൾ പല രക്ഷിതാക്കളും വന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആ പള്ളിയുടെ ജനലിൻ്റെ കമ്പി പിടിച്ചിട്ട് എൻ്റെ കണ്ണുനീര് വീണിട്ട് ജനലിൽ ദ്വാരം വീണോന്ന് ചോദിച്ചാൽ അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ ആശ്വാസം എൻ്റെ ഉപ്പ തന്നെയാണ്. എൻ്റെ വരാത്ത എന്നാൽ എൻ്റെ കൂടെ എന്നും കിടന്നുറങ്ങുന്ന എൻ്റെ ഉപ്പ. അതെങ്ങനെ? ഉപ്പാൻ്റെ കത്ത്, ഉപ്പ എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നുന്ന പ്രതീതിയുള്ള കത്തുകളായിരുന്നു. MM നദ്വി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ജാമ്യയിലെ വാർഡൻ ഉണ്ട്. അദ്ദേഹം പറയായിരുന്നു ഉപ്പാൻ്റെ കത്തൊരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞാൽ ആയത്തുകളൊക്കെ ഉപ്പ മഞ്ഞ കളർ കൊടുക്കും, ഹദീസുകൾ ഒരു ചുവന്ന കളർ കൊടുക്കും, ചരിത്രങ്ങൾ എങ്ങനെയായിരുന്നു കത്ത്. ഓരോരുത്തർക്ക് അംദും സലാത്തൊക്കെ ചൊല്ലി ചരിത്രപരമായി. എനിക്ക് പേരിട്ടതായിരുന്നു വാപ്പ കൂടുതൽ പറയാം. നിനക്ക് ഞാൻ നിൻ്റെ ഉമ്മ പ്രസവിച്ച അന്ന് എന്നെ മുജാഹിദ് എന്ന് പേര് വിളിച്ചു. ആ പേര് വിളിക്കുമ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതാണ് വാപ്പ പറയുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പാനോട് ചോദിക്കുന്ന ചോദ്യം അറിയോ, നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്ര ശതമാനം എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്? അത് ഉപ്പാനോടുള്ള ഏറ്റവും വലിയ കടപ്പാടാണ്. അല്ലാതെ ഉപ്പാക്ക് കുറേ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് രംഗം നമ്മൾ നോക്കിയാൽ ഒരു ബോധപൂർവം ജീവിക്കാൻ നമുക്ക് സാധിക്കുക. സത്യം യാന്ത്രികതയാണ് പലതും. നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതം ഒരു യാന്ത്രികതയാണ്. ആ യാന്ത്രികതയിലാകുമ്പോഴാണ് മക്കൾ കേടരുന്നത്. അതായത് നമ്മൾ ബിസിനസ് പൊട്ടിപ്പോന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്നില്ലേ? രാത്രി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കില്ല, ഉറക്കം ചെയ്യുന്നില്ലേ? രാത്രി ഭാര്യ വന്ന് കട്ടൻ ചായയൊക്കെ തരുന്നില്ലേ? എന്തിനാണ്? ഭൗതിക ലോകത്തിൻ്റെ. എന്നാൽ ഇതേ ടൈം ഇതേ കാര്യം മക്കളുടെ കാര്യത്തിൽ ഇരുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു? ഇത് വളരെ പ്രധാനമാണ്. ഞാൻ വലിയ പ്രസംഗമൊന്നുമല്ല ഇവിടെ നടത്തുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. വർത്താനം പറഞ്ഞു പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. അടിച്ചു പൊളിച്ച് നാട്ടിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഇവിടെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം ഇതൊരു രക്ഷിതാക്കളുടേതാണ്. അപ്പം നിങ്ങൾ നോക്ക്, നമ്മൾ ലുക്മാനുൽ ഹക്കീം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ശരിക്കും അതിലുള്ള പോയിന്റ് എന്താണ്? അത് പറയാൻ യോഗ്യനായിരുന്നു വാപ്പാന്നല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ പോയിട്ട് ആദ്യം നിസ്കരിക്കുന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളിവിടെ മൊബൈൽ കളിച്ചുത്തിരിക്കല്ല, എന്നിട്ട് എന്നോട് പള്ളിയിൽ പോകാൻ പറയും എന്ന അധിക രക്ഷിതാക്കളോട് മക്കൾ പറയുന്നൊരവസ്ഥയാണ്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുട്ടികളിങ്ങനെ ഉണ്ടായി വന്നപ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മൾ നോക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കൊള്ളിട്ടോ. ബാപ്പൻ്റെ ഡ്രസ്സ് നരിയാണ്ട് താഴെ പോകുന്നതെന്ന് ആദ്യം നോക്കുന്ന ആളുകൾ ആരാണ്? ബാപ്പ പ്രസംഗിക്കുന്ന ബാപ്പാൻ്റെ ജീവിതത്തിനോട് ആദ്യം നോക്കുന്നവർ ആൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഉമ്മാൻ്റെ ജീവിതത്തിലേക്ക് നോക്കും. ഉമ്മ എന്താണ്? ഉമ്മ ഒരു ബാപ്പാൻ്റെ അഭാവത്തിൽ ഒരു പുരുഷനോട് പെരുമാറുന്നതിൽ ഞാൻ ഈ പോയിന്റ് പ്രത്യേകം പറയുന്നു, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊരു ശരിയായ രൂപമല്ല എന്ന് 2 വയസ്സുള്ള കുട്ടിയൊക്കെ തോന്നിത്തുടങ്ങും. കുറച്ച് വേദനയോടുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. നമ്മളെന്താ മനസ്സിലാക്കറിയ? അവരൊക്കെ പൊട്ടന്മാരാ അല്ലട്ടോ. അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കാം, ഒരു കാരണവശാലും ആ ധാരണ. നേരെ മറിച്ച് നമ്മൾ ഉമ്മാൻ്റെ ഉള്ളും പുറവും നമ്മുടെ മക്കൾക്ക് പൂർണ്ണമായി അറിയുമെങ്കിൽ ആ മക്കൾ കേടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് മക്കൾക്ക് കേടുവരാനുള്ള സാധ്യതകളെ നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കിരുത്തി
ഇപ്പോൾ ഹാരിസ് ബിൻ സലീമിനോടൊക്കെ നിങ്ങൾ സ്വകാര്യമായിട്ടൊരു ഫോൺ കോൾ ചെയ്ത് ചോദിച്ചു നോക്കുന്നു. അവർ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് സ്വന്തം ഉമ്മാനെക്കുറിച്ചും സ്വന്തം ഉപ്പാനെക്കുറിച്ചാണ്. സ്വന്തം ഉപ്പാൻ്റെ അവിഹിത ബന്ധം പിടിച്ച ചെറിയ കുട്ടികളെ എനിക്കറിയാം. എൻ്റെ അടുത്തൊരു ദിവസം ഓടിക്കൊണ്ടുവന്നിട്ടൊരു ചെറിയ പയ്യൻ, എൻ്റെ അപ്പൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ, എൻ്റെ അപ്പനോട് നിങ്ങൾ പറയണം. ഞാൻ ചോദിച്ചു, എങ്ങനെ പറയും മോനെ? ഞാൻ എന്ത് പറയും? ഞാൻ എന്താ പറയേണ്ടത്? നീ എനിക്ക് കാണിച്ചു തന്നു. പിന്നെ നിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താ? ഞാൻ പറയുന്നത്, മക്കൾ മാതൃകയാകണം, മക്കൾ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം അവൻ സ്വയം നന്നാകുക. നിങ്ങൾ ആ നിലക്ക് നിസ്കരിക്കാൻ മക്കളെ വിളിച്ചു നോക്ക്. നിങ്ങൾ ആ നിലക്ക് മക്കളെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്ക്. തീർച്ചയായും എല്ലാ കാര്യത്തിലും മക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് കാര്യമായിക്കോട്ടെ മക്കൾ നമ്മുടെ കൂടെ, നമ്മുടെ കൂടെ മക്കളെ കൊണ്ടുപോകണം. നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് പോകുക, അപ്പോൾ നമ്മളിവിടെയൊക്കെ റിലീഫ് പ്രവർത്തനത്തിന് പോകുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോവുക, കൂടെ കൊണ്ടുപോയിട്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നു, മദ്രസ അധ്യാപകർക്ക് ഇപ്പോൾ കിട്ടുന്ന സമയത്ത്, ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ മദ്രസയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 7-7 ഒക്കെ ആവും മക്കൾ സ്കൂളിൽ അല്ല മദ്രസയിലെത്താൻ. 8:30 ആകുമ്പോഴേക്ക് സ്കൂൾ ബസ് വന്ന് മദ്രസേൻ്റെ മുമ്പിൽ നിൽക്കും. ഒന്നൊരുത്തൻ അവിടെ നിന്ന് ഒച്ചണ്ടാക്കി അധ്യാപകൻ അവിടെ പോയി ഇവിടെ വരുമ്പോഴേക്ക് ബസ് ഇവിടെ വന്നു. അതിൻ്റെ അടുക്ക് എന്താ പഠിപ്പിച്ചിട്ടുണ്ടാവുക? ശരിക്കും നാട്ടിലൊക്കെ ഒരവസ്ഥ വളരെ ദയനീയമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കോവിഡ് കാലത്ത് കുറേ കൂടെ ഇപ്പം സോഷ്യൽ മീഡിയ കൂടെ നെറ്റിലൂടെ ഒക്കെ ഉള്ള പഠനങ്ങൾ സ്വന്തമൊക്കെ ഇരുന്ന് കുറേ കുട്ടികൾക്ക് കുറേ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേയൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. മദ്രസയിൽ അത്ര പോലും സമയം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്വന്തം വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം, എനിക്ക് എൻ്റെ ഏറ്റവും ഇളയ മോന് ഇസ്ഹാഖാണ്, അതിൻ്റെ തൊട്ട് മേതയുള്ളത് ഉമറാണ്. 2 ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഇവർ ഇടത്തെ കൈ, നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുകയാണ്, ഇടത്തെ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിക്കും, ഏത് കൈ കൊണ്ടാവും ഉമറേ? അവൻ്റെ കയ്യിലേക്കൊന്നും ഇങ്ങനെ നോക്കും. വീണ്ടും അവൻ മനസ്സിലായി, വീണ്ടും അവന് ഏത് കൈ കൊണ്ടാവും ഉമറേ? അവൻ ആ കൈ വലിച്ച് അവന് മനസ്സിലായി ഇടത്തെ കൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്നവന് മനസ്സിലായി. വലത്തെ കൈ ഇങ്ങനെ ഉണ്ടോ, മാഷാ അല്ലാ മാഷാ അല്ലാ എന്നൊരു അങ്ങനെ പറഞ്ഞു. കുട്ടിക്ക് മനസ്സിലായി ഇടത്തെ കൈ ഉപയോഗിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓന് മനസ്സിലായി, വീട്ടിൽ നിന്ന് മനസ്സിലായി. ടോയ്ലറ്റിലെ അവൻ കയറുമ്പോൾ വലത്തെ കാലം വെച്ചു, എൻ്റെ ഇപ്പം എൻ്റെ കുട്ടി ആ വലത്തെ കാലം ഒന്ന് പുറത്തോട്ട് വെച്ചാൽ, എന്നിട്ട് ഇത് വെച്ചിട്ട് ഇത് ചെല്ലിയെടുക്കറിക്കോ. ബസ്സിലേക്ക് കയറുമ്പോൾ, വാഹനത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഓരോ ദിക്കറും, കിടക്കാൻ നേരം കുട്ടിനെ കയ്യിൽ കിടത്തിയിട്ട് അവനങ്ങോട്ട് ചരിച്ചു വെച്ചിട്ട് അവൻ ആ ദിക്കറും ചൊല്ലി കൊടുത്തു നോക്കി നിങ്ങൾ. പിന്നെ അവരിങ്ങോട്ട് ചൊല്ലിത്തരും. നമ്മളോട് ചോദിക്കുവരെ ഉപ്പ ചെല്ലിയോ? പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഒരു ഓരോ മിനിറ്റിലുള്ള ബോധപൂർവ്വം ഇടപെടലുണ്ട്. ഇപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് മക്കൾ ചുംബിച്ചിട്ട്, ഉമ്മാനെയും ഉപ്പാനെയും ചുംബിച്ചിട്ട് വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുന്ന എത്ര കുട്ടികളെ നമുക്കുണ്ട്? നമ്മളും ചിന്തിക്കണേ. ഈ ചുംബനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാമം എന്ന ചുംബനത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാമത്തോടുള്ള ചുംബനത്തെ കുറിച്ചല്ല പറയുന്നത്. ലോകത്തെ ഏറ്റവും മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ ചുംബനത്തിന് നിർണായകമായ പങ്കുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ആയിഷ ബീവി റളിയല്ലാഹു തആലാനയോട് ചോദിക്കുകയാണ്, നബി വീട്ടിൽ നിന്ന് ദൂരെ പോകുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടു പോകുമ്പോൾ എന്നെ ചുംബിക്കും, എന്നോട് സലാം പറയും. വീട്ടിൽ തിരിച്ചു വന്നാലോ എന്നോട് സലാം പറയും, പല്ല് തേക്കും, എന്നിട്ട് എന്നെ വന്ന് ചുംബിക്കും. ഞാൻ തമാശയിൽ പറയാറുണ്ട്, അങ്ങനെ ചുംബിക്കുന്ന ഒരു ഭർത്താവിന് പകരം ഒരു ഓട്ടോ ഡ്രൈവർക്ക് വെറുതെ ഭാര്യ കവളിച്ചു കൊടുക്കുമോ? ഇല്ല. മനസ്സിലായി? വ്യാഖ്യാനിക്കുന്നില്ല. ഈ 2 നേരമുള്ള ചുംബനത്തിന്റെ ചൂട് സ്ത്രീകൾക്ക് അകലൂല എന്നാണ്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അതിൽ കപ്പാസിറ്റി ഉള്ളവരാണ്. ഒരു പുരുഷന്റെ ചുംബനത്തിൽ ഒരുപാട് മണിക്കൂർ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വേറെ ഒന്നിനെ കുറിച്ച് അവൾ ചിന്തിക്കൂല. എത്ര പുരുഷന്മാർക്ക് ആ ഇതൊരു സുന്നത്താണ്. എത്ര പേർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? മക്കളെ കവിളിൽ മുത്തം ചെയ്യാം. ഓടി വന്ന്, ഞാൻ ഈ 7 മാസം കിടക്കുകയായിരുന്നു, മേലെയായിരുന്നു, വീടിന്റെ മേലെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് അത്ഭുതത്തോടു കൂടി തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ മേലുള്ള മക്കളെല്ലാം എനിക്ക് വന്ന് 2 കവിളിലും ചുംബനം തരും. ഞാനും അവർക്ക് കവിളിൽ ചുംബനം കൊടുക്കും. മാറി മാറി വലത്തെ കവിളിലും ഇടത്തെ കവിളിലും മാറി മാറി 3 തവണ ചുംബിക്കും. അവരും തിരിച്ചും. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളർന്നത്. അതുകൊണ്ട് എൻ്റെ ചെറിയ മോൻ അൽഫിത്തറെ പോകുമ്പോൾ ഓടിക്കോണി അവൻ്റെ പാത്രം ഇങ്ങനെ കിളിങ്ങുന്ന കേൾക്കാം. ഓടി മുകളിൽ വന്ന്, ഞാൻ കിടക്കുകയായിരുന്നു പൂർണ്ണമായും, അവൻ വന്ന് എൻ്റെ കവിളിൽ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ പോലും എന്നെ പിടിച്ചു വലിച്ച് ചുംബനം നിന്നിട്ടാ പോവുക. ആ കുട്ടികൾ നമ്മൾ നടന്നു പോകും. നിങ്ങൾ വിചാരിക്കണം ആ കുട്ടി ബാപ്പാക്ക് എതിരെ തിരിയുന്നു നമ്മൾ വിചാരിക്കണം. പിന്നെ 2 കാര്യം കൂടെ. അതൊന്നെന്താണെന്ന് വെച്ചാൽ, ആ 2 കാര്യങ്ങൾ, ഒന്ന് മക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആയത്തുകളൊന്നും ഞാൻ എടുത്തുദ്ധരി, സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം, പിശാചിനെ കുറിച്ചുള്ള കറക്റ്റ് ബോധവൽക്കരണം മക്കൾക്ക് കൊടുക്കണം. ഞാനിത് വേറൊരു വിവാദ വിഷയമൊന്നും പറയല്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കുറച്ച് ആയത്തുകൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ
വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സത്യവിശ്വാസികൾ, സൂറത്ത് ബഖറയിലെ 108-ാമത്തെ വചനമാണ്. 208-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. ചില കാര്യങ്ങളിൽ ഇസ്ലാം, ചില കാര്യങ്ങളിൽ ഇസ്ലാമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആകത്തുകയാണ്. എല്ലാ കാര്യത്തിലും മക്കൾക്ക് ഇസ്ലാം കാണാൻ കഴിയണം. അതോടൊപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ പറയുന്നത്, പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില പ്രവൃത്തിയിലൊന്നാണ് അമിതമായി ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്. ഞാൻ എല്ലാവരോടും പറയുന്നു, ഹിദായത്തും മായും മനുഷ്യൻ്റെ സ്വർഗപ്രവേശനമൊക്കെ ആയിട്ട് ഭക്ഷണത്തെയും അള്ളാഹു ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അമിതമായ ഒരു ഭോജനവും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് കണ്ട് വളരേണ്ടത്, ഭക്ഷണം ഒരു തരിമ്പും വേസ്റ്റ് ആക്കാത്തത് മക്കൾക്ക് കാണാൻ കഴിയണം. ഒരരിമണി താഴെ വീണ അത് പെറുക്കിയെടുത്ത് വൃത്തിയാക്കി തിന്നുന്ന ഒരു ഉമ്മാനെ അവർക്ക് കാണാൻ കഴിയണം. അമിതമായി നമ്മൾ സാധാരണ മക്കളോട് പറയൽ എന്താണ്? ഞാൻ ആയത്തിൻ്റെ വിശീലനത്തിൽ വരുന്നതിനും അത് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ മക്കളോട് മോനെ വയറ് നിറച്ച് തിന്നണേന്നാ പറയാ. ശ്രദ്ധിച്ചില്ലേ? നമ്മളൊക്കെ എന്താ പറയാ? പള്ളറച്ചും തിന്നണേന്ന്. പുരയിലൊരു അതിഥി വന്ന് നമ്മൾ എന്താ പറയുക? നിങ്ങളെ മാത്രം വിചാരിച്ചുണ്ടാക്കിയത് മുഴുവൻ. അത് കണ്ടാ വിചാരിക്കും ഇവനെ താനെൻ്റെ പള്ളയായിട്ട് കയറിയെന്ന്. മൗലവീനോടൊക്കെ പറയാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ്. ശരിക്കും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം, അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാണ് അമിത ഭോജനം, അല്ലേ? വെറുപ്പ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് വെറുപ്പാണ്. അപ്പം അമിത ഭോജനം അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യമാണെന്ന് മക്കളുടെ ജീവിതത്തിൽ പഠിപ്പിക്കാൻ അറിയോ? ബാപ്പ 3-1 മനുഷ്യർക്ക് നല്ല ചിന്തയും നല്ല ആരോഗ്യവും നല്ല പഠന മനനങ്ങളൊക്കെ നടക്കുക വയറിൽ അല്പം വിശപ്പ് വെക്കുന്ന ആളുകൾക്ക്. അതൊക്കെ വലിയ പഠനങ്ങളാണ്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നെറ്റ് കയറിയാൽ എൻ്റെ ഒരു വിഷയമുണ്ട്, ആരോഗ്യശാസ്ത്രം ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട്. ആലപ്പുഴയിലെ ഖുർആൻ സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിച്ചാണ്. അത് നിങ്ങളൊന്ന് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിൽ വളരെ രസകരമായി നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു. ഇപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്? മോനെ, നിന്റെ ഭാഗത്ത് നിന്ന് ബിസ്മി ചെല്ല്, ഓവറാകരുത്, അമിതമാകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തല്ലോ. ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ഉണ്ടാവും. ഇവിടെ എന്താ അള്ളാഹു പറയുന്നത്? പിന്നെ നിങ്ങൾ വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ. ഇത് നമ്മൾ മക്കളോട് പറയേണ്ടത്. മോനെ, പിശാച് മുന്നിലൂടെയും പിന്നിലൂടെയും ഇടതു ഭാഗത്തുകൂടെയും എല്ലാം ഏതെല്ലാം നിലയിൽ പിശാച് നിന്നിൽ പ്രവേശിക്കാൻ കഴിയുമോ മോനെ, ആ വിധത്തിലൊക്കെ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മോനെ, പ്രത്യക്ഷ ശത്രുവാണ് മോനെ ഇബ്ലീസ്. ഈ പോയിന്റ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കള് ബാപ്പ മരണാസനായപ്പോൾ മക്കളോട് തൗഹീദിനെ പറ്റിയാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ തന്നെ വജ്നുബിനി വബനി അൻ അഅ്ബുദൽ അസ്നാം. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 35-ാമത്തെ വചനമാണ്. പ്രശ്നം, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധകരാക്കരുതേ, ശിർക്കിലേക്ക് മക്കൾ എത്തിപ്പെടരുതേ എന്നുള്ള നിതാന്തമായ ജാഗ്രത. ഹറാമുകൾ അവരൊരിക്കലും ഉണ്ടാകരുതേ എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, യാ ബുനയ്യ, എൻ്റെ മോനെ, നീ നിസ്കാരം നിലനിർത്തണേ കുട്ടി, തീർച്ചയായും നീ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. മോനെ, നാളെ മറ്റൊരാൾ വന്നിട്ട്, ഞാനും ഹാരിസ് കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഹാരിസ് ബിൻ സലീമിൻ്റെ ഒരു മോളെ എൻ്റെ അടുത്ത് കൗൺസിലിന് കൊണ്ടുവരിക, അല്ലെ ഞാൻ എൻ്റെ ഒരു മോളെ ഹാരിസ് ബിൻ സലീമിൻ്റെ അടുത്ത് കൗൺസിലിന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു പരാജയം ഈ ഭൂമിയിൽ ആ ബാപ്പാക്ക് ശരിക്കും നിങ്ങൾ ചിന്തിച്ചു. ഒരു മൗലവിക്ക് വേറൊരു മൗലവിൻ്റെ അടുത്ത് അയാളെ മോനെ ഉപദേശിക്കാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ഗുണമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ബാപ്പ പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഇനി ഖുർആനിൽ ഏതെങ്കിലും ഒരു നബി വേറൊരു നബീൻ്റെ അടുത്ത് മക്കളെ ഉപദേശിക്കാൻ കൊണ്ടാക്കിയിരുന്നു? കാബത്തിൻ്റെ അടുത്ത് നിസ്കാരത്തിന് കൊണ്ടാക്കിയതിനെ പറ്റി പറയുന്നു. പക്ഷെ വേറൊരാളെടുത്ത് ഒരു നബി ആയിരിക്കെ ആ നബി മകനെ ഉപദേശിക്കാൻ കഴിയാതെ ഓൻ്റെ മുമ്പിൽ തോറ്റുപോയിട്ട് വേറൊരു നബീൻ്റെ അടുത്ത് കൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിച്ചാളെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയണം, എൻ്റെ അറിവ് കുറവുണ്ടായിരിക്കാം. ഇത് വലിയൊരു പോയിന്റാണ്. അതായത് ഒരു മാതാവും പിതാവും മക്കൾ ഉപദേശിക്കാൻ വേറൊരാളത്ത് കൊണ്ടുകൊണ്ടി വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ആ പിതാവും മാതാവും വേണ്ടത്ര മക്കളുടെ കാര്യത്തിൽ ജയിച്ചിട്ടില്ല. ആ പോയിന്റ് മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിൻ്റെ ബാപ്പ നേരത്തെ മരിച്ചു പോയിരുന്നു. ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഗാന്ധിജി പറയുന്നുണ്ട്, ആ ഉമ്മാനെ പോലെ മക്കളെ വളർത്തുന്നതിൽ ഇത്ര നിതാന്ത ജാഗ്രത പുലർത്തിയ ഒരാളുണ്ടായിരുന്നില്ല. ഈ മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ കൂടെ ഗാന്ധിജി കുറച്ചു കാലം 6 മാസം എന്ന് പറയുന്നവരുണ്ട്, അല്ല 2 മാസം എന്ന് പറയുന്നുണ്ട്. ഏതാനും ചരിത്രമല്ലേ, അതും പിന്നെ സ്വർഗത്തിലേക്കുള്ളൊരു വഴിയൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വിടുന്നു. പക്ഷേ അവിടെ വരുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, മക്കൾ തമ്മിലുള്ള പെരുമാറ്റമൊക്കെ ഗാന്ധിജി നോട്ട് ചെയ്യുന്നുണ്ട്. ഗാന്ധിജി അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഗാന്ധിജിയുടെ ചില ചർച്ചകളിൽ അത് പറയുന്നുണ്ട്. പബ്ലിക്കിലെ ചില പ്രസംഗത്തിൽ മൗലാന മുഹമ്മദ് അലി സഹോദരന്മാരുടെ ഉമ്മാനെ പറ്റി പുകയത്തുന്നുണ്ട്. ഞാൻ പറയുന്നത്, ആ ഉമ്മാരൊക്കെ മക്കളുടെ കാര്യത്തിൽ കാരണം അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ഹോട്ടൽ നശിച്ചു പോകും, ബിസിനസ് നശിച്ചു പോകും, അതൊക്കെ ദുനിയാവിൽ വിട്ടേച്ചു പോകും. പക്ഷെ ദുനിയാവിൽ വിട്ടേച്ചു പോയാലും ആ മക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ള അവസ്ഥ
അത് വേറൊന്നിന് കിട്ടും. നമ്മൾ ഉണ്ടാക്കിയ കെട്ടിടം കൊണ്ട് അത് ഉണ്ടാവില്ല. ഉറപ്പിച്ചോളി, ഇതൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഒന്നല്ല കേട്ടോ പറയുന്നത്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ കൊടുക്കേണ്ടത് ഇങ്ങനെ ചില കാര്യങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അതാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം, പിശാചിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം. ഇത് 17-ാം അധ്യായം 53-ാമത്തെ വചനമാണ്. നബിയെ, ജനങ്ങളോട് പറയൂ, അള്ളാന്റെ അടിമകളോട് പറയൂ, നല്ലത് സംസാരിക്കാൻ പറയൂ. അപ്പം നമ്മുടെ മക്കളോട് നല്ലത് സംസാരിക്കാൻ പഠിപ്പിക്കും. ഈ ഒരായത്ത് മക്കളെ, മോനെ ഇന്ന ശൈത്താൻ, എൻ്റെ കുട്ടി സ്കൂളിലാകട്ടെ ക്യാമ്പസിലാകട്ടെ, ഇപ്പോൾ ഒരു കുട്ടി മരിച്ചല്ലോ, ഇപ്പം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാൻ, പെൺകുട്ടികളാണ് ആ കുട്ടിയെ ഹറാസ് ചെയ്തതും പീഡിപ്പിച്ചതും മാനസിക സമ്മർദ്ദത്തിൽ കൊണ്ടുവന്നതും. അതിൻ്റെ ചുരുൾ പൂർണ്ണമായിട്ട് അഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും 3 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ പെട്ടെന്ന് കണ്ണോടിച്ചു പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കാഴ്ച. ഞാൻ പറയുന്നത് അവിടെയൊക്കെ എന്തായിരിക്കണം നമ്മുടെ മക്കൾ. ഇപ്പം എല്ലാവരും പറയുന്നത് അവിടെ ആ ക്യാമ്പസിൽ അങ്ങനെയല്ല. ആ ക്യാമ്പസിൽ നമ്മുടെ മോൻ പോയിക്കോട്ടെ, വിരോധമൊന്നുമില്ല, മോള് പോയിക്കോട്ടെ. നമ്മുടെ മകള് കേടുവരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അവളിലൂടെ ചില നന്മ ഉണ്ടാകും അവിടെയെങ്കിൽ തീർച്ചയായും അവിടെ തന്നെയാണ് പോകേണ്ടത്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവിടെ തന്നെ പോയിട്ടാണ് പഠിക്കേണ്ടത്. അവിടെയുള്ള കുട്ടികളെ നന്നാക്കുന്നുള്ള ബോൾഡായ ഉറപ്പ് നമ്മുടെ മകൾക്കും. ഇപ്പോൾ പ്രോഫ്കോണിലൊക്കെ വരുന്ന ചില കുട്ടികൾ പറയും, ഞങ്ങളിങ്ങനെ മാറി, എന്നാൽ പ്രോഫ്കോണിൽ മാറി, അതിനുശേഷം എത്രയോ കുട്ടികളെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. ഞങ്ങളുടെ കോളേജ് കഞ്ചാവും മയക്കുമരുന്നും അതും ഇതും ഒക്കെ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പറയും, മാഷാ അല്ലാ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില ക്ലാസ്സുകൾ കിട്ടി, ഞങ്ങൾ അങ്ങനെ വളർന്നു, ഞങ്ങളുടെ ഉപ്പ ഞങ്ങളോട് അങ്ങനെ പ്രവർത്തിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും ഒന്ന് ഈ മാ സലക്കക്കും ഫീ സക്കർ എന്ന് ചോദിക്കുന്നുണ്ട്. സൂറത്ത് മുദ്ദസ്സിറിലാണ് 74-ാം അധ്യായം. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിൽ ചോദിക്കേണ്ട, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്ത് പോയത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ. സൂറത്ത് മുദ്ദസ്സിറിലാണ് 39-ാമത്തെ വചനം മുതൽ 44 വരെയുള്ള വചനമാണ്. 74-ാം അധ്യായമാണ് സൂറത്ത് മുദ്ദസ്സിർ. അപ്പം അത് നമുക്ക് നന്നായിട്ട്, ഇപ്പം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഏതാണ് ഏറ്റവും അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മം? അസ്വലാത്ത് ലി വക്തിഹ, നമസ്കാരം അതിൻ്റെ വക്തിന്. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ കൈപിടിച്ചു കൊണ്ടുപോവുകയും, 7 വയസ്സ് വരെ ഉപദേശിച്ചാൽ മതി എന്നാണല്ലോ. അടി എന്ന് പറയുന്നത് അത് നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അടി പറഞ്ഞു, മുമ്പായിട്ട് അങ്ങനെ ഒരു പരാമർശമില്ല. അപ്പൊ അത്രയും ഗൗരവം. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകറാണ്. 29-ാം അധ്യായം 45-ാമത്തെ വചനമാണ്. വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുന്ന, നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു മഹാ ഇബാദത്താണ് നിസ്കാരം. അപ്പൊ അത് അതിൻ്റെതായ രൂപത്തിൽ നബി പഠിപ്പിച്ച പോലെ ആ സുന്നത്ത് പ്രകാരം മക്കൾ എല്ലാവരെയും വിളിച്ചുണർത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുത്ത് കിട്ടുന്ന എപ്പോഴാ? പള്ളിയിലെത്തുമ്പോൾ പോലും അല്ല. അലി റളിയല്ലാഹു അൻഹു സുബൈക്ക് ആളുകളെ വിളിച്ച് വീട് വിടാന്തരം കയറി വിളിച്ചിട്ട് സുബൈ ജമാഅത്താകാറായി, പള്ളിയിൽ പോകാറായി, ഇത് വിളിച്ചു വരുമ്പോഴാണ് കുത്ത് കിട്ടുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു മാതൃക തന്നെയല്ല. നമ്മളൊക്കെ ഉറങ്ങിപ്പോകുന്നുണ്ട്. രാത്രി ഒരുപാട് ലേറ്റായിട്ട് മൊബൈലൊക്കെ തോണ്ടി. തീർച്ചയായും ഞാൻ നിങ്ങളോടൊക്കെ പറയാം, പ്രവാസികളുടെ ലോകത്ത് രാത്രി ഒരുപാട് ലേറ്റ്, ആ ലേറ്റായി സ്ഥിരം ശീലിച്ച നമുക്ക് മാനസികമായ പല രോഗങ്ങൾക്കും അത് കാരണമാകും. ഇപ്പം ഞാനൊക്കെ തന്നെ, എനിക്ക് 7 മാസം ഞാൻ പറഞ്ഞു 2 കാലുകളും തളർന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിരുന്നു. ഷുഗറിൻ്റെ കാരണം കൊണ്ടാണ് തീരെ ഉറക്കില്ലാതെ രാത്രി യാത്ര ചെയ്യുന്നത്. ഓരോ നാട്ടിലും പരിപാടി കഴിഞ്ഞ് മടങ്ങ് രാത്രിയാണ്. 2 മണിക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങും, 3 മണിക്കൊക്കെ കഴിയും. പിന്നെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി. അങ്ങനെ ഉറക്കില്ലാതെ വീട്ടിലെത്തി ഒരു 2 മണിക്കൂർ ഇറങ്ങി വീണ്ടും അടുത്ത പരിപാടിക്ക് പോയി. അപ്പം നമ്മളോട് തന്നെ അക്രമം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് പരിക്ക് പറ്റും. ആ പരിക്കിന് നമ്മൾ പടച്ചവൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. വലാ തഖ്തുലൂ അൻഫുസക്കും, സ്വന്തം നഫ്സിനെ നമ്മൾ കൊല്ലരുത്. ഒന്നുകൂടി ഞാൻ ചുരുക്കി പറയുന്നു, വളരെ മാതൃകാപരമായ ഒരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഭാര്യമാരുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, പേരക്കുട്ടികളുടെ കാര്യത്തിൽ. ഉമർ ബിൻ അബ്ദുൽ അസീസ്, നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഞാൻ ഇവിടെ നോട്ടായി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ കാണുന്നുണ്ട്. അപ്പോൾ പൊതുമുതലിലുള്ള ആപ്പിളിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള ഒരു ആപ്പിൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്ന് തുടുക്കുന്നു. അങ്ങനെ ആപ്പിള് കുട്ടിയുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് പൊതുമുതലിലേക്ക് വെച്ച് ഈ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വ്യാപൃതനായി തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ അതുപോലൊരു ആപ്പിൾ വീണ്ടും കാണും. അപ്പം അദ്ദേഹം കുട്ടിയുടെ നേരെ അല്പ ദേഷ്യത്തോടെ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, നേരത്തെ നിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ആപ്പിൾ പിടിച്ചു പറിച്ചല്ലോ, ആ ആപ്പിളല്ല, എനിക്ക് ചെലവഴിക്കാൻ തന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊടുത്താണ്. മകൻ നന്നായി കരഞ്ഞിരുന്നു. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്ന ഒരു വാക്ക് ചരിത്രം രേഖപ്പെടുത്തുന്നത്, ഭാര്യയോട് പറയണം, നിനക്കറിയോ അവൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പിടിച്ചു വാങ്ങും, അവൻ കുട്ടിയാണെന്ന് എനിക്കറിയാം, എൻ്റെ കരൾ പറിക്കുന്ന വേദനയായിരുന്നു എനിക്ക്. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ആപ്പിൾ പറിച്ചെടുക്കുമ്പോൾ എൻ്റെ കരൾ പറിക്കുന്ന വേദനയായിരുന്നു എനിക്ക്. പക്ഷേ നമ്മുടെ മക്കൾ കുഞ്ഞുനാളിലെ ഹറാമ് തിന്ന് വളരരുത് എന്ന്. ഇപ്പം ഭാര്യമാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി പഠിപ്പിച്ചിരുന്നത് എന്താ? സഹാബത്ത് ജോലിക്ക് പോകുമ്പോൾ അവർ വാതിലിനടുത്ത് വന്നിട്ട് ഇയ്യാക വകസബൽ ഹറാം, ഹറാമിനെ സൂക്ഷിക്കണമെന്ന് അവർ പറയായിരുന്നു. അബൂദുജാന നല്ലൊരു ബാപ്പയായിരുന്നു. ഈ അബൂദുജാന സുബൈ നിസ്കരിച്ചിട്ട് ദിക്ർ പോലും ചെല്ലാതെ എഴുന്നേറ്റ് പോരുന്ന സീസൺ ഉണ്ടാവും.
അങ്ങനെ പോരുമ്പോൾ അവർ പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാണ് പെട്ടെന്ന് ദിക്റൊന്നുമില്ലാതെ സലാം വിട്ട് എഴുന്നേറ്റ് പോകുന്നത്? അപ്പം അദ്ദേഹം ഒരല്പം മടിച്ചുവെങ്കിലും അദ്ദേഹം ആ കാര്യം പറഞ്ഞു കൊടുത്തു. അതെ, ഞാൻ ഇവിടെ പള്ളിയിലിരുന്ന് ദിക്റും ദുആയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്ക് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അയൽവാസിയുടെ ഈത്തപ്പനയുള്ള പഴങ്ങൾ എൻ്റെ മുറ്റത്ത് വീഴും. ആ പഴങ്ങൾ എൻ്റെ മക്കൾ എടുത്ത് തിന്നാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചുരുങ്ങിയ വാചകങ്ങളെ ഇവിടെ സംസാരിച്ചു. ഞാൻ ചോദിക്കുന്നു, ഈ കാഴ്ചപ്പാട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, ഒരു മുട്ടുസൂചി നമ്മുടെ കുട്ടിയിൽ അധികം കണ്ടാൽ, അവന് സ്കൂളിൽ പോയി വരുമ്പോൾ അവൻ്റേതല്ലാത്ത നമ്മൾ വാങ്ങിക്കൊടുക്കാത്തൊരു പെൻസിൽ കണ്ടാൽ നമ്മൾ എന്തേ പറയുള്ളൂ? കുട്ടിയല്ലേ. കുട്ടി പൊതുമുതലിൽ നിന്ന് ഈത്തപ്പഴം വായിൽ കൈയിട്ട് ഛർദ്ദിച്ചപ്പോൾ റസൂലിന്റെ മനസ്സിന്റെ വികാരം എന്തായിരുന്നു? ഹറാമുകളിലേക്ക് നമ്മുടെ മക്കൾ എത്തരുത്, നമ്മുടെ മക്കളുടെ കണ്ണുകൾ ഹറാമ് കാണരുത്, നമ്മുടെ മക്കളുടെ കൽബുകൾ ഹറാമിൽ വിഹരിക്കരുത്, നമ്മുടെ മക്കൾ നടക്കുന്നത് ഹറാമിലാവരുത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് ചുറുചുറുക്കുള്ള മക്കളെ നബി പറഞ്ഞിട്ടുണ്ട്, നീന്തൽ പഠിപ്പിക്കണം, മരത്തിൽ കയറാൻ അവരെ പഠിപ്പിക്കാം, അമ്പെയ്ത്ത് അവരെ പഠിപ്പിക്കാം, കുതിരസവാരി അവരെ പഠിപ്പിക്കാം. ഇതൊക്കെ പഠിപ്പിക്കണം. കുട്ടികളെ എല്ലാത്തിനും പറ്റിയ മക്കളാക്കി വളർത്തണം. അതോടൊപ്പം അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾ സമ്പൂർണ്ണ മാതൃകയാവണം. ഞാൻ നിങ്ങൾക്ക് മാതൃകയാവാൻ വേണ്ടി പറയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അധിക സമയം സംസാരിക്കരുത് എന്ന് ശക്തമായ നിർദ്ദേശമുള്ളത് കൊണ്ട് എനിക്ക് അത്രയും സംസാരിക്കാൻ കഴിയും. അതിൻ്റെ സിഗ്നൽ വന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയണത്, എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാ റൂമിലും മക്കൾക്ക് ലൈബ്രറി വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരിക്കലും ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയാണ്, ഒരു പൊതു ലൈബ്രറി ഉണ്ടാകുന്നതാണോ ഹൈറ്, അല്ല മക്കൾക്ക് എല്ലാവർക്കും ഓരോ ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുന്നതാണോ ഹൈറ്? അപ്പം അങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അത് ഡിസ്കസ് ചെയ്തു. ഒരാശാരി എനിക്ക് വളരെ മനോഹരമായ ഓരോ ചുമരിലും ഫിറ്റ് ചെയ്യുന്ന, ചുമരിലൊന്നും എവിടെയും സ്ഥലം അങ്ങനെ നഷ്ടപ്പെടാത്ത വിധത്തിൽ എല്ലാ റൂമിലും ലൈബ്രറി വെച്ചു. കുട്ടികൾക്ക് എല്ലാവർക്കും, ഇപ്പം അമാനുവലയുടെ പരിഭാഷ എല്ലാവർക്കും. അപ്പം ഏതെങ്കിലും ഒരാൾ രണ്ടാം വാളി വായിക്കും, അത് തന്നെ വായിക്കണമെന്ന് വേറൊരാൾക്ക് തോന്നിയാൽ കാത്തു കണ്ടൊരു വിഷയം വരരുത്. എന്തെല്ലാം പുസ്തകങ്ങൾ നമുക്ക് ദീനിയെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത് മുഴുവനും അവരുടെ ലൈബ്രറി. രാത്രി ഇപ്പോൾ അവർ കുറച്ചൊന്ന് ഉറക്കൊഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഇടക്ക് നിസ്കരിച്ചിരിക്കുമ്പോൾ വായിക്കണം തോന്നിയാൽ താഴെ ഇറങ്ങി വന്നൊരു പുസ്തകം എടുക്കേണ്ട അവസ്ഥ അവർക്ക് വരരുത്. ഇത് നമുക്കും ചെയ്യാവുന്ന, ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്. അല്ലാതെ എല്ലാ കുട്ടികൾക്കും ആവശ്യമുള്ള പുസ്തകം അവരുടെ റൂമുകളിൽ ഒരു കൊച്ചു ലൈബ്രറിയിലൂടെ, എന്നിട്ട് അവരോട് പറയുക എന്തെന്നറിയോ, ഞാൻ നിരന്തരമായി വീട്ടിൽ പറയുന്നൊരു കാര്യമാണ്, അള്ളാഹു റസൂലിനോട് വായിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. നിസ്കരിക്കുമെന്നോ ഹജ്ജ് ചെയ്യുമെന്നോ ഉംറ ചെയ്യുമെന്നോ ഒക്കെ കൽപ്പിക്കുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കുമെന്നൊക്കെ പറയും. വായിക്കും. നമ്മൾ നന്നായി വായിക്കുന്നവരാകണം. അതോടൊപ്പം തന്നെ നമ്മൾ വായിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്നവരാകണം. നല്ല നല്ല പുസ്തകങ്ങളിലൂടെ വായനയാണ് കുട്ടികളെ ഭയങ്കരമായിട്ട് മാറ്റുക. ഇപ്പം ഞാൻ ഈ ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 40 ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു. അതൊരു ആദിവാസി മൂപ്പന് ഒരു ലഘുലേഖ നമ്മൾ പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖ കിട്ടുകയാണ്. ആ ലഘുലേഖ അയാൾ ഹോട്ടലിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചിറങ്ങുമ്പോൾ അവിടെയുള്ള വേസ്റ്റിന് ഒരു ലഘുലേഖ അങ്ങനെ കിടന്നപ്പോൾ അദ്ദേഹം കടലാസ് ചുറ്റി ഇങ്ങനെ ഇടനാക്കുമ്പോൾ അവിടെ നല്ലൊരു ലഘുലേഖ കളർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് അയാൾ എടുത്ത് വായിച്ചു. അങ്ങനെ അയാളുടെ മനസ്സിന് വെളിച്ചായി. അങ്ങനെ 40 പേര് ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് നമ്മളവിടെ വീട് വെച്ച് കൊടുത്തു, അവിടെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു, അവിടെ ഒരു ടൗൺ പോലെ ആക്കി കൊടുത്തു, ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മാഷാഅല്ലാഹ്, ഇതിൽ ഒരാളിപ്പോൾ അടുത്ത് മരിച്ചു, ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഹാഫിളുമാരുണ്ട്, അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കൊച്ചു വായനയിലൂടെ വലിയ വിപ്ലവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം മക്കളെ നന്നായി വായിപ്പിക്കുക. ഇന്ന് ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, മക്കളെയും ഭാര്യനെയൊക്കെ കൂടിയിരുത്തിയിട്ട് ഇനി അങ്ങോട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനിങ്ങും, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളോട് സോറി പറയാനും നമ്മൾ ഒരിക്കലും മടിക്കരുത്. ഭാര്യയോടും മക്കളോടും ഒക്കെ സോറി പറയാൻ, അതൊരു നല്ല ഒരു ചെറിയൊരു നന്മ അവർ ചെയ്താൽ മക്കൾക്കൊരു നന്ദി പറയാൻ, ജസാക്കുമുല്ലാഹു ഖൈർ എന്ന് പറയാൻ ഒക്കെ നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടാവും. 2 പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന്, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ബോധവൽക്കരണം. അന്തർത്തുക്കും നാറം തലല്ല, മോനെ സൂര്യൻ്റെ ചൂട് തന്നെ എത്രയാണ്? 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ തന്നെ ഇന്ന് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. അപ്പം അതുകൊണ്ട് തന്നെ സ്കിന്നിലൊക്കെ ഭയങ്കര പൊള്ളലേൽക്കും. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ എത്ര ചൂടുണ്ടെങ്കിൽ മോനെ കല്ലും ഇന്ധനവും കത്തിക്കപ്പെടുന്ന നരകം അത് എത്രമാത്രം ഭയാനകരമാണ്, എത്രമാത്രം ചൂടേറിയതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ നരകത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഏറ്റവും നല്ല മാതൃകയും ഒന്നുകൂടെ ചേർത്ത് വായിക്കാൻ ഫ്രീ തിങ്കേഴ്സും യുക്തിവാദികളും കിണഞ്ഞ് നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പരിപൂർണമായ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. അതുകൊണ്ട് നിതാന്തമായ ജാഗ്രത പുലർത്തുകയും മക്കൾക്ക്, അത് ഒന്നുകൂടി ഞാൻ പറയുന്നു,
മക്കൾക്ക് നമ്മൾ വീട്ടിൽ കേൾക്കാൻ ഒരു സ്ക്രീനൊക്കെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അരമണിക്കൂർ ഈ കുട്ടികൾക്കൊരു പ്രഭാഷണം. അത് എന്ന ടൈം ടേബിൾ, രാവിലെ എന്നത്, വൈകുന്നേരം എന്നത്, ഉച്ചക്ക് എന്നത്, ഇശാ നമസ്കാരം, നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രഭാഷണം അവർ കേൾക്കുക, ആ കേട്ടത് അവർ നോട്ട് ചെയ്യുക, അതിലൊരു ചോദ്യം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളൊന്നും വെറുതെ ഒരു 2-3 മാസം ഒന്ന് ചെയ്തു നോക്കൂ. വമ്പിച്ച മാറ്റം. മക്കൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ സുബൈ കഴിഞ്ഞിട്ടിരിക്കുമല്ലോ, ആ ഇടത്തിൽ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിലിരുന്ന് അമാനമുലയുടെ ഖുറാനിൽ നിന്ന് ഒരു 3 ആയത്ത് സ്ഥിരമായിട്ട് വായിച്ചു കൊടുത്താൽ 6 കൊല്ലം കൊണ്ട് ഖുറാൻ കംപ്ലീറ്റ് മനപ്പാടാവും. ഒന്നുകൂടി പറയുന്നു, ഒരു ദിവസം 3 ആയത്ത് പഠിച്ചാൽ 6 വർഷം കൊണ്ട് ഖുറാൻ കംപ്ലീറ്റ് അർത്ഥസഹിതം പഠിക്കുന്നതാണ്. ആ ദിവസത്തെ നമ്മൾ കണക്കൂട്ടി ആയത്തുകളെ കണക്കൂട്ടി നമുക്ക് കിട്ടുക. ഒരു ദിവസം 3 ആയത്ത് ഓതി കൊടുക്കാൻ മടിക്കാതിരിക്കുക, സ്വയം ഓതുക, അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഓതി കൊടുക്കുക, കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് ഓതി കേൾക്കുക. അങ്ങനെ വീട്ടിലെല്ലാവരും ഖുറാൻ ടച്ച് ചെയ്യുന്നൊരു വിശേഷം ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ആ കാര്യം ഖുറാൻ ഇങ്ങനെയാണ് പറയുന്നത്. ആയത്തോടെ പറയാം. വിശുദ്ധ ഖുർആൻ അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാ വ അൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ. അവിടെ പറയുന്നത് അവസാനിക്കുന്നത് തിജാറത്തല്ലൻ തബൂർന്ന സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ വചനമാണത്. ആ വചനത്ത് പറയുന്നത് നിരന്തരം ഖുർആൻ വായിക്കുകയും നമസ്കാരം നിലനിർത്തുകയും. കണ്ടോ, 5 നേരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റബോധമുണ്ട്. പക്ഷെ 5 നേരം ഖുർആൻ ഓതിയിട്ടില്ല നമുക്ക് കുറ്റബോധമുണ്ടോ? ഇല്ല. വായിച്ചിട്ടില്ലേ നമുക്ക് കുറ്റബോധമുണ്ടോ? ഇല്ല. ളുഹർ ഖളായ നമുക്ക് കുറ്റബോധമുണ്ട്. നല്ലൊരു പുതിയ പോയിന്റ് പഠിച്ചില്ല എന്നുള്ള കുറ്റബോധം നമുക്ക് ഉണ്ടാകാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പച്ച സത്യം. ഒരു ദിവസം ഒരു ഹദീസ് കണ്ടിട്ടില്ലെങ്കിൽ ടെൻഷൻ വരണം. വദുക്കുർന മായുത്തിലാ ഫീ ബുയൂത്തികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. അൽഹംദുലില്ലാഹ്, ആയത്തുകൂടി ഓർമ്മ വന്നു പെട്ടെന്ന്. ഖുർആനിലെ 33-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക എന്നാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടേണ്ടത് എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. അപ്പം നിരന്തരമായി ഖുർആനും സുന്നത്തിൻ്റെ ഒരു വീട്, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചൊരു വീട്, മാന്യമായ ഒരു ഉമ്മ, വളരെ മാതൃകയായ ബാപ്പ, തീർച്ചയായും പുറലോകത്ത് അവരെവിടെ പോയിക്കോട്ടെ ബേജാറാവണ്ട, അവർ നന്നായിക്കോളും. സർവശക്തനായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. 8:45 മുതൽ 9:45 പറഞ്ഞത്. യാത്രയുടെ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്, ഒരല്പം ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമയം പാലിക്കുന്നു, നേരത്തെ പറഞ്ഞ സമയം നമ്മൾ പാലിക്കുന്നു. തീർച്ചയായും പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം. കഴിഞ്ഞ 7 മാസമായിട്ട് പബ്ലിക്കിലെ പരിപാടികൾക്കൊന്നും അങ്ങനെ പോകാൻ സാധ്യമാകാറില്ല. 7 മാസവും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 2 കാലുകളിലും ഷുഗർ കാരണം കൊണ്ട് ബ്ലോക്ക് വന്ന് താഴോട്ടുള്ള സർവീസ് നിന്നു പോകുന്ന ഒരു വലിയ അസുഖം, വളരെ വിലപിടിപ്പുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. അപ്പം പൂർവാധികം ശക്തിയോടെ ആരോഗ്യം ലഭിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ കവലകളിൽ നിന്ന് സംസാരിച്ച് അങ്ങനെ പ്രസംഗത്തിലൂടെ തന്നെ ഒരു മരണം സാധ്യമായാൽ അത് ഒരുപാട് കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. തൗഹീദ് പറഞ്ഞുകൊണ്ട് മരിച്ചു വീഴുക എന്നുള്ളത് വലിയൊരു കൊതിയാണ്. നിങ്ങളും എന്നോടൊപ്പം ദുആ ചെയ്യുക, ആരോഗ്യത്തിന് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുക. നമ്മളെ ഈ സ്ഥാപനങ്ങളും ഇതിൻ്റെ നടത്തിപ്പും ഇതൊക്കെ കൊണ്ടുനടക്കുന്ന നമ്മുടെ നേതൃത്വവും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നിതാന്തമായ പടച്ചോനെ, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഖുർറത്ത അഅ്യുനിൻ, കണ്ണുകളുമുണ്ടാവണേ. എൻ്റെ മക്കളെ നീ ഇങ്ങനെ ആക്കണേ റബ്ബേ. ഞാൻ എൻ്റെ പള്ളിൻ്റെ തൊട്ടടുത്ത് ഞാൻ താമസാക്കിയിട്ട് എൻ്റെ മക്കൾ നിസ്കരിക്കാൻ വേണ്ടിയാണത്. പടച്ചോനെ, അവരെ നീ ഈ നിലക്ക് ദീനിനോട് കൽബ് കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവണേ. മക്കളുടെ നിരന്തരമായ പ്രാർത്ഥന, രാവും പകലുമുള്ള പ്രാർത്ഥന, മക്കളുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതെല്ലാം ശരിക്കും ഫലിക്കും. ആ നിലക്ക് നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് ലോകത്ത് ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ, ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ, അത് ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും തന്നെയാണ്. അവർ റസൂലിൻ്റെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരൊരു വലിയ മാതൃകയാണ്. അവരിലൂടെയാണ് ഞങ്ങൾ ദീന് കണ്ടത് എന്ന് മക്കൾ പറയുന്നൊരു വലിയ അവസ്ഥ ഇവിടെ സംജാതമാകുമാറാകട്ടെ. ബോധപൂർവ്വം അതിന് പരിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മുഴുവനും സമാധാനമുള്ളൊരു അന്തരീക്ഷം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ രാജ്യത്തിലും അസ്വസ്ഥത അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശാന്തത നൽകുമാറാകട്ടെ. ഓരോ മനുഷ്യരോടും ക്രൂരത പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. മാതൃകായോഗ്യമായ മാതാപിതാക്കളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.